അസ്സലാമു അലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ നമ്മൾ വോയിസ് ഓവറൊന്നും കൊടുക്കാത്ത കോളേജിൽ പോയ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് കുറേ സംസാരിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ വ്ലോഗിൽ കാണിക്കും. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അതുപോലെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്, അതൊക്കെ വായിക്കാം. അപ്പോൾ രാവിലെ തന്നെ പാല് വന്നപ്പോൾ നമ്മൾ വേഗം ചായ വയ്ക്കാനുള്ള പുറപ്പാടിലാണ്. ചായ എല്ലാം ഉണ്ടാക്കിയ ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതീക്ഷിക്കാത്തൊരു ഡേ ആണ്. രാവിലെ നമ്മൾ സാധാരണ എണീക്കുമ്പോൾ ഇന്ന് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, നമ്മൾ എത്ര എക്സ്പെക്റ്റ് ചെയ്താലും അങ്ങനെയൊന്നും നടക്കൂല, പഠിച്ചവൻ വിധിച്ച പോലെ നടക്കുള്ളൂ. അങ്ങനെയുള്ളൊരു ഡേ ആയിരുന്നു. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു നമ്മുടെ ലൈഫിൽ നടന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഫുള്ള് വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ, കുറച്ചേ എടുത്തുള്ളൂ. പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ ഒരു 20 മിനിറ്റിൻ്റെ വ്ളോഗ് ഇവിടെ തട്ടിക്കുട്ടി എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് കാണുക. അങ്ങനെ പാലും ചായയൊക്കെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നു. ഞാൻ സാധാരണ പാല് ഈസി കുക്കിലാണ് വെക്കാറ്. ഇന്ന് എന്തോ ഓർമ്മയില്ലാണ്ട് ഇവിടെ വെച്ചു കേട്ടോ, ഓർമ്മയില്ല, മറന്നുപോയി. അങ്ങനെ മധുരമൊക്കെ ഉണ്ടോ എന്ന് നോക്കി. പിന്നെ ഞാൻ എൻ്റെ ചിയാ സീഡ് വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഒരു സ്പൂണ് ഞാൻ നമ്മുടെ ചിയാ സീഡ് വെള്ളത്തിലിട്ടിട്ട് ഒരു മണിക്കൂറിന് ശേഷം കുടിക്കാറാണ് കേട്ടോ പതിവ്. എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. പക്ഷേ നമ്മളിത് ചിയാ സീഡ് കഴിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കുടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് നല്ല നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഹെയർ ലോസിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടത്. അങ്ങനെ ഞാൻ ചായ റെഡിയാക്കിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇക്ക രാവിലെ എണീച്ചതും പോയിട്ട് 4:30 ആൾ പോയിട്ടുണ്ടായിരുന്നു, സേലത്ത് പോയി. മോൻ്റെ ഒരു കോളേജിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ലേ, അതിന് വേണ്ടിയിട്ട് നിന്നതായിരുന്നു കേട്ടോ. പിന്നെ ചൊവ്വാഴ്ച രാവിലെ ആൾ പോയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ബുധനാഴ്ച. ഇന്ന് ശരിക്കും ഞാൻ ബുധനാഴ്ച രാവിലെ ഇരുന്നിട്ട് വോയിസ് ഓവർ കൊടുക്കണത്. അതുകൊണ്ട് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ എന്തായാലും ഞാനിതാ ചായ എല്ലാം കുടിച്ചു. പിന്നെ ജിനി സുഖമല്ലേ ചോദിച്ചിട്ടുണ്ട്. ജിനിത്ത ഇനി തടി കുറയ്ക്കരുത് എന്ന് പറയുന്നുണ്ട്. മോളെ ഞാനിപ്പോഴും 68 കിലോ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പുറത്തു നിന്ന് ഒരാളെ കാണുമ്പോൾ ഇപ്പോഴും ഞാൻ ഭയങ്കര വെയിറ്റുള്ള ഒരാൾ തന്നെയാണ്. പിന്നെ എന്താ പറയുക, നിങ്ങളെന്നെ വ്ളോഗിൽ തടിച്ച് കണ്ട് പിന്നെ പെട്ടെന്നൊരു വെയിറ്റ് ചേഞ്ച് ആകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഞാൻ തടി കുറഞ്ഞായിട്ട് തോന്നും. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചുകൂടി കുറയ്ക്കണം എന്നാണ് ആഗ്രഹം. കംഫേർട്ടും അതായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ചന്തമോ ഭംഗിയോ ഏജോ ഇങ്ങനെയൊന്നും ഞാൻ നോക്കുന്നില്ല. പിന്നെ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഗുണ്ടായിട്ട് തന്നെ ഇരിക്കും. ഗുണ്ടായിട്ടുള്ള ആൾക്കാരെ കാണാൻ തന്നെ ക്യൂട്ടായിട്ടുള്ളത് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് കുറേ കഴിയുമ്പോൾ ഹെൽത്തിന് ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത്. അതൊക്കെ റിയലൈസ് ചെയ്ത് മനസ്സിലാക്കാനൊക്കെ കുറേ ടൈം എടുത്തു. 30 വയസ്സൊക്കെ കഴിയേണ്ടി വന്നു കേട്ടോ. നേരത്തെ അറിയുകയാണെങ്കിൽ ഞാനൊക്കെ നേരത്തെ മുതലേ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഉൾപ്പെടുത്തുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയൻകുട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തക്കാളിയും ലഞ്ച് ബോക്സ് റെഡിയാക്കുക കേട്ടോ. തക്കാളിയും വലിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഓയിലൊഴിച്ചിട്ട് അതിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ചിയാ സീഡ് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് ഒട്ടും പിന്നെ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ മെറ്റാബോളിസം വർദ്ധിക്കും, പിന്നെ സ്കിന്നിന് ഹെയറിന് ഇതിനൊക്കെ നല്ലതാണ്, വെയിറ്റ് ലോസിന് നല്ലതാണ്. അപ്പോൾ ഞാൻ അത് കുടിച്ച ശേഷം ഉടനെ തന്നെ ഞാൻ 2 ഗ്ലാസ് വെള്ളം അപ്പം തന്നെ കുടിക്കാറുണ്ട്. അത് പറ്റുമോയെന്ന് എനിക്കറിയില്ല, ഒരു ഇതിൽ ഞാൻ അത് കണ്ടതാണ് കേട്ടോ. പിന്നെ മഷ്റൂം ഇട്ട് കൊടുത്തു ഉള്ളിയൊന്നായ ശേഷം. അതിലോട്ട് തന്നെ ഒരു എഗ്ഗും ഇതുപോലെ പൊട്ടിച്ച് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. മഷ്റൂം വെന്ത ശേഷമാണ് കേട്ടോ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് സ്ക്രാമ്പിൾ പരുവത്തിലാക്കിയെടുത്തിട്ട് ഒറ്റ സ്പൂണ് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ ചിക്കൻ മസാലയെക്കാട്ടിലും കൂടുതൽ ഫേവറേറ്റ് മീറ്റ് മസാല ആയി വരുന്നുണ്ട്. പിന്നെ ഇച്ചിരി ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ കുറച്ച് മല്ലിയില കൊത്തിയരിഞ്ഞത്. ഇനി ഇത് നന്നായിട്ട് സ്ക്രാമ്പിൾ പരുവത്തിലാക്കി എടുത്തിട്ടേ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി മല്ലിയില കൊത്തിയരിഞ്ഞതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്തായാലും ഞാൻ അവനക്ക് ഇത് ഉണ്ടാക്കി. രാവിലെ അവനക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട പറഞ്ഞിരിക്കുക കേട്ടോ. ഇന്നലെ ഞാൻ സ്നിക്കേഴ്സ് കഴിച്ചത്, രാവിലെ തന്നെ സ്നിക്കേഴ്സ് കഴിച്ചിരിക്കുന്നു. മറ്റേ സ്നിക്കേഴ്സ് കഴിക്കൂ നിങ്ങൾ എന്തോ ഒരു ആഡില്ലേ, അതേപോലെ വിശപ്പ് പിന്നെ ഇല്ലല്ലോ, അതിൽ കുറേ നട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ.
അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് എന്നോട് ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കണം കാണിക്കുമോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റയിലും ചോദിക്കുന്നുണ്ടായിരുന്നു, യൂട്യൂബിലും ചോദിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എക്സ്പീരിയൻസ് ആയി വരേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് വർഷമായി ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ, കഴിക്കാൻ തുടങ്ങിയിട്ടും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടും. അതുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് ഉടനെ ഉടനെ ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ചപ്പാത്തി എനിക്ക് കിട്ടാറുണ്ട്, പൊള്ളിച്ചുള്ള ചപ്പാത്തിയും കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുഴക്കണ അവിടെ, പരത്തണ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. പലർക്കും ചപ്പാത്തി ഉണ്ടാക്കാൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പം എനിക്ക് അതിശയം തോന്നുകയാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാൻ കിട്ടുന്നില്ലേ? ഇതുപോലെ അങ്ങോട്ട് റൗണ്ടിൽ പൊള്ളി വരും, കണ്ടില്ലേ? ഞാൻ ചുടുവെള്ളം ഒന്നും യൂസ് ചെയ്യാറില്ല, ഉപ്പ് പോലും ഞാൻ എൻ്റെ ചപ്പാത്തിൻ്റെ മാവിൽ ഇടാറില്ല. ഇവിടെ ഉപ്പില്ലാത്ത ചപ്പാത്തിയായിട്ടോ കഴിക്കുക, പണ്ട് മുതലേ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡിയാണ്. പിന്നെ ഓയിലൊന്നും ഞാൻ ചട്ടിയിലാക്കാറില്ല. ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുത്തിട്ട് അതിൻ്റെ മേലെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും കേട്ടോ, അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പം നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി. ഒരു 3-4 ചപ്പാത്തി ഇതുപോലെ ലഞ്ച് ബോക്സിൽ ആക്കി കൊടുക്കും. പിന്നെ നമ്മുടെ കറിയും ഈ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ലഞ്ച് റെഡി കേട്ടോ. പിന്നെ ബെസ്റ്റ് ഓഫ് ലക്ക് റിഹാൻ, ഗോഡ് ബ്ലെസ് യു, റിഹാൻ സ്റ്റഡി വെൽ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഡെയിലി പറയുന്നുണ്ട് നന്നായിട്ട് പഠിച്ച്, കാരണം അവരുടെ ഭാവി ഇനിയെല്ലാം അതിലല്ലേ ഇരിക്കുന്നത്. പിന്നെ അടിപൊളി, 2 പേരും ഡ്രസ്സ് സൂപ്പറാണ്, എൻജോയ്മെൻറ്റ്. 2 പേര് മാത്രമായിരുന്നില്ല, 3 പേരുണ്ടായിരുന്നു. പക്ഷേ 2 പേരും ഉദ്ദേശിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും മോൻ്റെയും ആയിരിക്കുമല്ലേ. ശരി. വലിയ കോളേജാണല്ലോ, ഫീ എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. 200 ഏക്കർ ഉണ്ട് എന്നാണ് കേട്ടോ അവരുടെ പ്രസംഗത്തിൽ അവർ പറഞ്ഞത്. ഭയങ്കര വലിയ കോമ്പൗണ്ടാണ് കേട്ടോ. അവിടെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചേക്കുവാണ്. അപ്പോൾ എന്തായാലും ഇവനിക്ക് ഫീസ് വരുന്നത് നമ്മളിപ്പോൾ 1.95 അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡൊണേഷൻ വേറെ, അങ്ങനെ ഏകദേശം ഒരു 5.5 ലക്ഷം 5.5 ലക്ഷത്തിൻ്റെ അടുത്ത് നമ്മളവിടെ അടച്ച് കഴിഞ്ഞു ഒറ്റ വർഷം കൊണ്ട് തന്നെ. ഇനിയിപ്പോൾ അടുത്ത വർഷം വേറെ. പിന്നെ ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് കൂടും ചെയ്യും, ഒരു 2000 1000 അങ്ങനെ പറഞ്ഞിട്ട് കൂടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ട് പഠിപ്പിച്ചാലും അവൻ്റെ ഭാവി നല്ലതായിരിക്കട്ടെ പറഞ്ഞിട്ടല്ലേ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ എൻ്റെ മക്കൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. നല്ല രീതിയിൽ അവരെ പഠിപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നൊന്നും ആലോചിച്ചിട്ടില്ല, അങ്ങ് ഇറങ്ങി തിരിച്ചു. ഓക്കെ, ബാക്കിയൊക്കെ പഠിച്ചവൻ്റെ കയ്യിൽ നമ്മുടെ കയ്യിലും. ഇത് ഞാൻ റെസിപ്പി പ്രത്യേകം പറയാത്തത് നമ്മൾ നേരത്തെ ഇട്ട ഒരു കറിയുടെ റെസിപ്പി ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പിന്നെ കുറേ പേര് സൂപ്പർ എന്ന് പറയുന്നുണ്ട്, ബെസ്റ്റ് ഓഫ് ലക്ക് റിഹാൻ എന്ന് പറയുന്നുണ്ട്. ചെല്ലേരി കണ്ണൂർ. ഓക്കെ, എവിടെ നിന്നാണ് കാണുന്നത് ചോദിച്ചാൽ മോന് ഏത് സ്കൂളിലാണെന്ന്. അയാനെയാണോ ചോദിച്ചത്? അയാൻ അസീസിയിലാണ് കേട്ടോ പഠിക്കുന്നത്. പിന്നെ ഹലോ, എവിടെ പോകുന്നു? ഹലോ, അസ്സാം വലൈക്കും. ഇനി മെലിയണ്ട, എന്താണ് കഴിക്കുന്നത്? നമ്മൾ അന്ന് കഴിച്ചത് ഈ പറഞ്ഞ ഫുഡായിരുന്നു, അൽഫാം അങ്ങനെയൊക്കെ. തടിയുള്ളതാണ് കാണാൻ രസം, സത്യം ഇപ്പോൾ ഒരു ഭംഗിയില്ല, ഏജ് തോന്നുന്നു എന്നൊക്കെയാണ് കേട്ടോ പറയണത്. ഏജ് ആയല്ലോ, 35 വയസ്സായല്ലോ, സാരമില്ല. പക്ഷേ എനിക്ക് എൻ്റെ ശരീരം എനിക്ക് ഒതുങ്ങുന്ന രീതിയിലാകുമ്പം എനിക്ക് കിട്ടുന്നൊരു കോൺഫിഡൻറ്റ് ലെവൽ വേറെയാണ് കേട്ടോ. ഞാൻ ഡ്രസ്സ് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്നൊരു കോൺഫിഡൻ്റ് ആണെങ്കിലും ഒക്കെ വേറെ ലെവലാണ്. അത് എൻജോയ് ചെയ്തവർക്കേ മനസ്സിലാവുള്ളൂ. അതായത് ഭയങ്കര തടിയുള്ള ഒരാൾ, ബോഡി ഷേമിങ്ങൊക്കെ കേട്ടിരിക്കുന്ന ഒരാൾ, അയാളെ കൊണ്ട് ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ചൊരു സംഭവം നടത്താൻ പറ്റിയപ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടാവില്ലേ, അതിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ മൊത്തം വോയിസ് ഓവർ കൊടുക്കാത്തൊരു വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 8:30-9 മണിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇറങ്ങിയത്. ഞാനും മോനും റിഹാനും കൂടെയാണ്. വീട്ടിലത്തെ പണികളൊക്കെ ഒന്ന് ഒരുക്കി ഉമ്മാക്കും ഉപ്പാക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ പോയി. അവരും വരികയാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. പക്ഷേ വരാൻ പറ്റിയില്ല. ഒന്നാമത് ഉപ്പാൻ്റെ ഹെൽത്തിൻ്റെ പ്രശ്നവും പിന്നെ അത്രയും ടൈം ട്രാവലും ഇരിക്കലും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു വിഷമമാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ പോയി അവൻ്റെ കോളേജ് ഇവിടുന്നേ കാണാൻ തുടങ്ങുന്നുണ്ട് അല്ലേ. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴും ഒക്കെ ഭയങ്കര ഒരു സന്തോഷം തന്നെയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും മൈൻഡിൽ ഇങ്ങനെ
വന്നും പോയിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ പ്രസവിച്ച മുതൽ എൻ്റെ കുട്ടി ഇത്രയും വളർന്നു വലുതായോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു ടൈമും കൂടിയാണ് കേട്ടോ. എല്ലാവരും പറയണ പോലെ മക്കളുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയില്ലേ, പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ടേണിംഗ് പോയിന്റ് ആയ പോലെ തോന്നി. ഇത്രയും വലിയൊരു മകനെ എനിക്ക് അവൻ്റെ മദറായിട്ട് ഇരിക്കാൻ പറ്റുക അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ലൈഫിൽ ഏറെക്കുറെ എല്ലാവരും അനുഭവിച്ച ഒരു കാര്യം തന്നെയായിരിക്കും, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിൽ സന്തോഷം വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ പോയി. അവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവർ പറഞ്ഞു തന്നു. പിന്നെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഭയങ്കര സ്പേസ് ഇല്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റേ ഇല്ല കേട്ടോ കോളേജിൽ. അത്രയും സ്പേസാണ്, 200 ഏക്കറയാണ്. പിന്നെ വേറെയും കുറേ ഓക്കെ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇനി അവിടെ പോയപ്പോൾ കുറേ NCCയും സ്കൗട്ടും അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ തന്നെയല്ലേ. എനിക്ക് പണ്ടൊക്കെ പറഞ്ഞൊരു ഓർമ്മ, അവരുടെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ കുറേ പ്രസംഗം കാര്യങ്ങൾ അവരുടെ കോളേജിനെ കുറിച്ചും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് കേട്ടു. കുറേ ആൾക്കാർ എണിച്ചു പോകുന്നുണ്ടായിരുന്നു. പോകുമ്പോൾ ഇരുന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതൊക്കെ വരും, എണിച്ച് പോകാനൊക്കെ തോന്നും. പക്ഷേ നമ്മൾ അവർക്ക് കൊടുക്കുന്നൊരു റെസ്പെക്റ്റ്, അത് കഴിയണ വരെ ഞാനും ഹസ്ബൻഡും കുട്ടിയും അവിടെ ഇരുന്ന്, കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. പല ആൾക്കാരും ചായ വെള്ളം ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം മേ ബി പുറത്ത് പോകുന്നത്, അതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ കുറേ കുഞ്ഞുങ്ങളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ വീണ്ടും പാർക്കിങ്ങിൻ്റെ അവിടെ പോയിട്ട്, അവിടെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, റെഡിയാണ്. ബോയ്സ് ഹോസ്റ്റലിൻ്റെ അവിടെയാണ് ഫുഡ് എന്നും പറഞ്ഞിട്ട് കുറേ പേരൻസ് അതിൽ കയറിയിട്ട് പോകുന്നുണ്ട്. നമ്മളെന്തായാലും തിരക്ക് കണ്ടപ്പോൾ, പൊതുവേ എൻ്റെ ഹസ്ബൻഡിന് തിരക്ക് ഇഷ്ടമേ ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. തിരക്ക് കണ്ടപ്പോൾ മൂപ്പര് പറഞ്ഞു നമുക്ക് പുറത്തു പോയി കഴിച്ചിട്ട് വരാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കഴിയും ചെയ്യും. പിന്നെ കുറച്ച് ഫോട്ടോ കോപ്പി കാര്യങ്ങൾ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കോളേജിൻ്റെ പുറത്ത് പോകാൻ തന്നെ അത്യാവശ്യം ടൈം വേണം തോന്നുന്നു കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. പിന്നെ അങ്ങനെ നമ്മളിതാ പുറത്ത് പോയി. അവിടെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. ഈ പറഞ്ഞ പോലെ എന്തോ ഒരു ഗ്രിൽഡ് എന്തോ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ അതിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ ഓർഡർ ചെയ്തു എന്നുള്ളതൊക്കെ കുറേ കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഏത് കോഴ്സാണ് എടുത്തത് ചോദിച്ചിട്ടുണ്ട്. BTech AI ആണ് കേട്ടോ, ഡാറ്റ സയൻസ് ആണ് അവന് എടുത്ത കോഴ്സ്. 4 വർഷത്തെ കോഴ്സാണ്. പിന്നെ അസ്സലാമു അലൈക്കും സിസ്റ്റർ, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരത്തിന് ശേഷം അവിടെ അടുത്ത് കണ്ട നല്ലൊരു ഹോട്ടലിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ എവിടെ പോയാലും അങ്ങനെ ഒരുപാട് മെനു ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഗ്രിൽഡ് ചിക്കനോ അൽഫാമോ അങ്ങനെ എന്തെങ്കിലും തന്നെയാണ് പറയുക. പിന്നെ ഷവായയോട് എനിക്ക് വലിയ താല്പര്യമല്ല കേട്ടോ, അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഷവായ അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. വീഡിയോ എടുക്കണുണ്ടപ്പോൾ അവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് നന്നായിട്ട് കാണട്ടെ പറഞ്ഞിട്ട് ഇട്ടതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്നു. ചിക്കൻ നല്ല ടെൻഡറായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റും മസാലയും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ആവി പറക്കുന്ന ചിക്കനുമായിരുന്നു. പക്ഷേ ചിക്കൻ എനിക്ക് ഇത്രയും കഴിക്കണ്ടായിരുന്നു. ഓവറായിട്ട് ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം പ്രശ്നമാണ് കേട്ടോ. എനിക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരും. പിന്നെ ഇത് വേസ്റ്റ് ചെയ്യാനും വഴിയില്ല, പാക്ക് ചെയ്യാനും വഴിയില്ല, അതുകൊണ്ട് കഴിച്ച് കയറ്റിയതാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് അധികം ഫുഡ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ഫുഡ് കഴിക്കാനും പറ്റുന്നില്ല. ചിക്കൻ പിന്നെ ഞാൻ കഴിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ എനിക്ക് പൊതുവേ ക്വാണ്ടിറ്റി കുറവ്. ഇതായിരുന്നു എൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റി. ഇതിലോട്ട് വീണ്ടും ആഡ് ചെയ്തപ്പോഴാണ് ഞാൻ ആകെ പ്രശ്നമായത്. അങ്ങനെ കഴിച്ചു, ഇഷ്ടമായി, ചിക്കനൊക്കെ ഇഷ്ടമായി. പിന്നെ എന്താണ്, നല്ല കോളേജാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, വെൽക്കം ടു അവർ തമിഴ്നാട് ഫോർ യുവർ ബെസ്റ്റ് ഫ്യൂച്ചർ സ്റ്റഡീസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വേറെ കമൻറ്റ് വന്നിട്ടുണ്ടല്ലോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേസിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷം, അഭിമാനമല്ലേ നിറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്.
അത് ആക്ച്വലി എനിക്ക് വായിച്ചപ്പോൾ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചു. പിന്നെ ഞാൻ അതിൻ്റെ അർത്ഥമൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ ഇപ്പോൾ റിപ്ലൈ തരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എനിക്കിങ്ങനെ വിളമ്പി ഇടുകയാണ്, ആൾക്ക് കഴിക്കാൻ വയ്യ. അപ്പം ഞാൻ ഗ്രേവി ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ പീസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നാമത് പാക്ക് ചെയ്യാൻ പറ്റില്ല, പാക്ക് ചെയ്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൈം ആയിരുന്നില്ല. നമ്മൾ ഒരുപാട് വൈകിട്ടല്ലേ. ഇപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ഉണ്ടല്ലോ, അപ്പം കഴിച്ച് തീർക്കണം ഏറ്റവും നല്ലത്. അങ്ങനെ ഞാൻ എൻ്റെ പ്ലേറ്റ് ഒന്നുകൂടി കാണിച്ചു തന്നെ കേട്ടോ. ഇത്രയും ഫുഡ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് രാത്രി ഞാൻ വേറൊന്നും കഴിച്ചില്ല. ഇതിൻ്റെ പിന്നെ ഗാർലിക് ബട്ടർ നാൻ അതിൻ്റെ പകുതി കേട്ടോ ഞാൻ എടുത്തത്. ഒരെണ്ണം എന്ന് പറയുമ്പോൾ 2 പീസ് ഉണ്ടാവും. പിന്നെ ഇത് കുടിച്ചാലേ നമ്മുടെ വയറൊന്ന് സെറ്റ് ആവുള്ളൂ എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വേഗം പോയിട്ട് മിൻറ്റ് ലൈം സോഡ അതും കൂടെ പറഞ്ഞ് അത് കുടിച്ചു. അതിനുശേഷം നമ്മൾ ഇനി നേരെ കോളേജിലോട്ട് തന്നെ പോകണം കേട്ടോ. കോളേജിലോട്ട് പോയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഫോർമാലിറ്റീസ് അവിടെ തീർക്കാനുണ്ടായിരുന്നു. സംഭവങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുക്കാനുണ്ട് കേട്ടോ. ഞാൻ ഇന്നത് എന്നൊന്നും പറയണില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞപ്പം കോപ്പിറൈറ്റ് വന്നിട്ട് ആ വീഡിയോ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ സ്പെഷ്യലായിട്ടൊന്നും എടുത്ത് പറയാത്തത് കേട്ടോ. ഫോർമാലിറ്റീസ് എന്നൊക്കെ മാത്രമേ പറയണുള്ളൂ. അങ്ങനെ എന്താണ് കഴിക്കണത്, ഇനി മെലിയണ്ട, ഇങ്ങനത്തെ കമൻറ്റ്സ് തന്നെയാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി മെലിയില്ലേ അത് നമ്മുടെ ചോയ്സ് ആണ്. ഇപ്പോൾ പണ്ട് എന്നെ കണ്ട് കുറേ ആൾക്കാർ അയ്യേ നന്നായിട്ടേ ഉള്ള അത്ര തടി എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പം മെലിയുമ്പം അതേപോലെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു കംഫർട്ട് എന്താണോ അതിനനുസരിച്ചിട്ട് ഞാൻ ഇരിക്കാൻ പോകുന്നുള്ളൂ. അത് വേറെ കാര്യം. അത് എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാളുടെ അഭിപ്രായത്തിൽ നമ്മളിങ്ങനെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലേ വർഷം അവിടെ തന്നെ ആയിരിക്കും. പിന്നെ ഇതിന് മുമ്പുള്ള കുറേ കമൻറ്റ് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അതൊന്നും എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. ഇതിൽ വായിച്ച് വിടാമല്ലേ, അതല്ലേ നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര മോശമായിരിക്കും, കാരണം ഞാൻ കമൻറ്റ് ഇടാൻ പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഇടുന്നത്. അങ്ങനെ അവിടുത്തെ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ തീർത്ത് കുറച്ചുകൂടെ പേയ്മെൻറ്റ് ബാക്കിയുണ്ടായിരുന്നു, അതും തീർത്ത് ബസ്സിൻ്റെയും ഒക്കെയാണ് കേട്ടോ. അതൊക്കെ തീർത്ത് നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് വിടുകയാണ്. വീട്ടിലോട്ട് പോകുമ്പോൾ അവനക്ക് ബാഗ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാലക്കാട് A to Z തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇവിടെ ചർച്ച എന്താണെന്നറിയോ, വണ്ടി ആരെടുക്കും എന്നുള്ള ചർച്ചയാണ്. ഞാൻ പറഞ്ഞു ഇപ്പം നീ എടുക്കണ്ട, ഇപ്പം അതെടുത്തോട്ടെ, കാരണം നമുക്ക് പെട്ടെന്ന് എത്തേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് കയറി. പിന്നെ പാലക്കാട് A to Z പോയിട്ടാണ് അവനക്ക് ബാഗ് എടുത്തത് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ കയറിയത് നമുക്ക് വേണ്ടിയിട്ട് ബാഗ് വെയിറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. അത്രയും എളുപ്പത്തിൽ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു കേട്ടോ. പിന്നെ പോകുമ്പോഴേ വിചാരിച്ചിരുന്നു നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. പിന്നെ ആ ഒരു ഹൈപ്പർ മാർക്കറ്റ് കാണണം എന്നും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ജിനി, ഞാൻ കൊയിലാണ്ടിയിൽ നിന്നാണ് വ്ളോഗ് കാണുന്നത്. ഡെയിലി വ്ളോഗ് ഇടുന്നില്ലേ, ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നതാണ്. ഇടാൻ ഇഷ്ടമാണ്, പക്ഷേ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നത് കേട്ടോ. ഞാൻ കോഴിക്കോട് നിന്നാണ്. എപ്പോഴാണോ ഫ്രീ ആയി ബെഡിൽ കയറുന്ന ആദ്യം കാണുക നിങ്ങളുടെ വ്ളോഗാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ വീഡിയോ ആണ്, വൈബാണ് കണ്ടിരിക്കാൻ. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാൻ ഇൻട്രസ്റ്റ് കൂടും എന്ന് പറയുന്നുണ്ട്. അടിമാലി പലയിടത്തും വെള്ളം കയറി, പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പഠിക്കാൻ വേണ്ടിട്ടുള്ള ലീവാണ്, മറക്കണ്ട. കർക്കിടക ഭാഗം അപ്പോൾ എല്ലാവരുടെയും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ ഞാൻ കാണുന്നത് ഉച്ചയ്ക്ക് 1 മണി ജിദ്ദ ടൈം. ഓക്കെ, എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോൾ കാണും. കഴിഞ്ഞ വ്ളോഗിൽ ഇട്ട മാക്സി സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു ജിനി, വീഡിയോ നല്ല ഇഷ്ടമാണ് പറയുന്നുണ്ട്. ഞാൻ കാണുന്നത് ജിദ്ദ, എൻ്റെ നാട് പാണ്ടിക്കാടാണ് പറയുന്നുണ്ട്. ഓക്കെ, ചപ്പാത്തിയും മുട്ടക്കറിയും ചെമ്മീൻ വഴുതനങ്ങ കറിയും കപ്പയും അടിപൊളി. യാതൊരു കോമ്പിനേഷനും ഇല്ലാത്ത സാധനങ്ങളല്ലേ ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ കണ്ണൂർ സിറ്റിയാണെന്ന് പറയുന്നുണ്ട്. ഹായ് ജിനിത്ത, ഞാൻ കൊല്ലത്ത് നിന്നാണ് കാണുന്നത്. ഓക്കെ, കർണാടക വീഡിയോ എന്നും കാണാറുണ്ട് പറയുന്നുണ്ട്. ജിനിത്ത ചപ്പാത്തി റെസിപ്പി കാണിക്കുമോ?
എത്ര ഉണ്ടാക്കിയാലും ശരിയാവണില്ല എന്നാണ് പറയുന്നത്. ഞാനൊക്കെ ഡെയിലി ഉണ്ടാക്കണോണ്ടായിരിക്കും മേ ബി ശരിയാവുന്നത്. പല ഭാഗങ്ങളിലും ഞാനിവിടെ പത്തിരി ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ട് കാലം കുറേ ആയിട്ടോ ഒന്ന് ഉണ്ടാക്കണം. എനിക്ക് തന്നെ കൊതിയാൻ തുടങ്ങി പത്തിരി കഴിക്കാൻ സത്യം പറഞ്ഞാൽ. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ മാത്രമെന്നോ ഓക്കെ കാണുന്നത് അല്ലേ. ഞാൻ ഉച്ചയ്ക്ക് കാണും, ചിലപ്പോൾ നൈറ്റിൽ കാണും. എപ്പോഴും കാണാൻ ഇഷ്ടമാണ് പറയുന്നുണ്ട്. മണ്ണാർക്കാട് നിന്ന് കാണുന്ന ആളുണ്ട്, പിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് കാണുന്ന ആളുണ്ട്. ഇടുക്കി സൂപ്പർ ജിനി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഹൈ, ഹൗ ആർ യു, സുഖമായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കമൻറ്റ് വായിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഒരു റെസിപ്പിയും കൂടി ഇതിൽ കുത്തി കയറ്റിയതാണ് കേട്ടോ, നിങ്ങളൊന്നും വിചാരിക്കേണ്ട. അങ്ങനെ വളരെ വളരെ സന്തോഷമുണ്ട് പല ആൾക്കാർ പല ഭാഗങ്ങളിലും കണ്ട് നമ്മുടെ വ്ളോഗ് ഇത്രയും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നതിന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.